പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന ഇന്നത്തെ വചന വിചിന്തനം യേശുവിൻ്റെ ആ വലിയ സ്നേഹം, അനുകമ്പ, ദയ, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഇന്ന് രാവിലെ ഞാനൊരു ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ ദി അഗണൈസിങ് ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ സ്നേഹത്തിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആ കുരിശിൽ നമുക്ക് കാണാൻ പറ്റും. അതായത് ഉച്ചി മുതൽ ഉള്ളംകാല് വരെ ഒറ്റ മുറിവാണ് യേശുവിൻ്റെ മുറിവ്. നമ്മളതൊന്ന് ആലോചിച്ച് നോക്കണം. എന്തുമാത്രം വലിയ ഒരു മുറിവാണ്, ഒറ്റ മുറിവാണ് ആ ബോഡി, ആ ശരീരം ഉച്ചി മുതൽ ഉള്ളംകാല് വരെ മുറിവാണ്. എല്ലായിടത്തും മുറിവാണ്. ഒരു മുറിവില്ലാത്തൊരു സ്ഥലവുമില്ല. അതാണ് അവിടുത്തെ ആ സ്നേഹത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ അടയാളം, ഏറ്റവും വലിയ അടയാളമാണത്. അതിനെക്കുറിച്ചാണ് ഞാനിന്ന് ധ്യാനിച്ചത് മുഴുവനും. അങ്ങനെ ധ്യാനിച്ചപ്പോൾ ഞാനിങ്ങനെ ഒരു വചന വിചിന്തനത്തിലേക്ക് വരണമെന്ന് എനിക്ക് തോന്നി, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് തോന്നിപ്പിച്ചു. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. ഞാൻ ആദ്യം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 7-ാം അധ്യായത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് കേട്ടോ. 7-ാം അധ്യായത്തിൽ നമ്മൾ മിക്കവാറും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മളെ മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണത്. നായിനിലെ വിധവയുടെ മകനെ പുനർജീവിപ്പിക്കുന്നു. അത് യേശുവിൻ്റെ ആ അനുകമ്പയുടെ, കരുണയുടെ വലിയൊരു ഒരു ഉദാഹരണം. അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട് കേട്ടോ. യേശു കരുണ കാണിക്കുന്ന അനേകം അവസരങ്ങളുണ്ട്. നായിനിലെ വിധവയുടെ മകനെ പുനർജീവിപ്പിക്കുന്നു. ഞാനതൊന്ന് വായിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 11 മുതൽ ഉള്ള തിരുവചനങ്ങൾ. അതിനുശേഷം അവൻ നായിൻ എന്ന പട്ടണത്തിലേക്ക് പോയി. ശിഷ്യന്മാരും വലിയ ഒരു ജനക്കൂട്ടവും അവനെ അനുഗമിച്ചു. അവൻ നഗര കവാടത്തിനടുത്തെത്തിയപ്പോൾ മരിച്ചുപോയ ഒരുവനെ ചിലർ എടുത്തുകൊണ്ടുവരുന്നത് കണ്ടു. ഒരു വിധവയുടെ ഏക പുത്രനായിരുന്നു അവൻ. പട്ടണത്തിൽ നിന്ന് വലിയ ഒരു ജനക്കൂട്ടവും അവളോടൊപ്പം ഉണ്ടായിരുന്നു. അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു, കരയേണ്ട. അവൻ മുന്നോട്ട് വന്ന് ശവമഞ്ചത്തിൽ മേൽ തൊട്ടു. അത് വഹിച്ചിരുന്നവർ നിന്നു. അപ്പോൾ അവൻ പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നു. അവൻ സംസാരിക്കാൻ തുടങ്ങി. യേശു അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവരും ഭയപ്പെട്ടു. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. അവനെപ്പറ്റി ഉള്ള ഈ വാർത്ത യൂദയ മുഴുവനിലും പരിസരങ്ങളിലും പരന്നു. അപ്പം ആ വിധവയുടെ മകനോട് കർത്താവ് കാണിച്ച ആ കരുണയാണ് നമ്മളവിടെ ഓർക്കേണ്ടത്. അലിവ് തോന്നി, മനസ്സലിഞ്ഞു. യേശു കാര്യം ഓർസ്ലേമിലെ ഇത് നമുക്കറിയാമല്ലോ. ഓശാന ഞായറാഴ്ച കാണിച്ച ആ കാര്യങ്ങളെല്ലാം ചാട്ടയുണ്ടാക്കി എല്ലാവരെയും അടിച്ച് പുറത്താക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. നിഷ്കരുണം, ക്രോധത്തോടുകൂടി. അത് മാത്രമല്ല, യേശുവിന് വേറൊരു വശം കൂടിയുണ്ട്. അതായത് അനുകമ്പയുടെ ഒരു വശം. അവൻ സത്യദൈവവും സത്യമനുഷ്യനുമായിരുന്നു. അതൊന്നും മറക്കരുത്. സത്യദൈവവും സത്യമനുഷ്യനുമായിരുന്നു. പക്ഷേ ആ ദൈവത്തെ മറച്ചു വച്ചിരിക്കുകയായിരുന്നു. മനുഷ്യനായിട്ടല്ലേ വന്നത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം ലേഖനത്തിൽ എടുത്ത് വെച്ച് വായിച്ചാൽ കാണാവത്. വിശുദ്ധ പൗലോസ്ലീഹ എഴുതിയിരിക്കുന്ന ആ ലേഖനമുണ്ടല്ലോ, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം. 2-ാമത്തെ ലേഖനം 1-ാമത്തെ വചനം തുടങ്ങി വായിക്കണം, ആദ്യം മുതൽ വായിക്കണം. അപ്പം തീർച്ചയായിട്ടും അവളെ കണ്ട് മനസ്സരിഞ്ഞ കർത്താവ് അവളോട് പറഞ്ഞു, കരയണ്ട. കണ്ടോ, നോക്കിയേ, ആ സൃഷ്ടാവ് തന്നെയാണ് പറയുന്നത്, കരയണ്ട, നിൻ്റെ മകനെ ഞാൻ നിനക്ക് പുനർജീവിപ്പിച്ച് തരാം. നിനക്കൊരു മകനല്ലേ ഉള്ളൂ. കർത്താവിന് എന്ത് കരുണ തോന്നിയെന്നോ ഒന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. അതാണ് ഓരോ കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ. എന്തുമാത്രം കാര്യങ്ങളാണ് കർത്താവ് ഓരോരുത്തർക്കും വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്.
വേറൊരു ഒരു ഒരു ഉദാഹരണം പറയാം. ഒരു ഉദാഹരണമല്ല, ഇതിനകത്ത് തന്നെ സംഭവിച്ചൊരു സംഭവം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 34 മുതലുള്ള തിരുവചനങ്ങൾ കേൾക്കുക കേട്ടോ. അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു. അവരോട് അവന് അനുകമ്പ തോന്നി, ദേഷ്യമല്ല തോന്നിയത്. കാരണം കർത്താവ് ക്ഷീണിച്ച് വരിക കേട്ടോ, ഭക്ഷണം കഴിക്കാൻ പോലും. അതിന് മുമ്പിൽ പറയുന്നുണ്ട്, 30 മുതലുള്ള തിരുവചനത്തിൽ പറയുന്നുണ്ട്, ഇത് 34 കേട്ടോ. അപ്പോസ്തലന്മാർ യേശുവിൻ്റെ അടുത്ത് ഒരുമിച്ച് കൂടി തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതും അറിയിച്ചു. അനേക ആളുകൾ അവിടെ വരികയും പോവുകയും ചെയ്തിരുന്നു. ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് ഒഴിവ് കിട്ടിയിരുന്നില്ല. കണ്ടോ, ഭക്ഷണം കഴിക്കാൻ പോലും ഒഴിവ് കിട്ടിയിരുന്നില്ല. അതിനാൽ അവൻ പറഞ്ഞു, നിങ്ങൾ ഒരു വിജന സ്ഥലത്തേക്ക് വരുവിൻ, അല്പം വിശ്രമിക്കാം. കണ്ടോ, ഇപ്പം വിശ്രമിക്കാമെന്നോർത്ത് ക്ഷീണിച്ച് പോകുന്ന യേശുവെന്ന് ഓർക്കണേ. അവർ വഞ്ചിയിൽ കയറി ഒരു വിജന സ്ഥലത്തേക്ക് പോയി. പലരും അവരെ കാണുകയും തിരിച്ചറിയുകയും ചെയ്തു. എല്ലാ പട്ടണങ്ങളിൽ നിന്നും ജനങ്ങൾ കരവഴി ഓടി അവർക്ക് മുമ്പേ അവിടെ എത്തി. അതാണ് ബാക്ക്ഗ്രൗണ്ട്, സിറ്റുവേഷൻ, സന്ദർഭം അതാണ് കേട്ടോ. അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു. അവരോട് അവന് അനുകമ്പ തോന്നി. നമ്മളെപ്പോലെയുള്ളവരൊക്കെ ആണെങ്കിൽ ദേഷ്യം വരികയല്ലേ, ഒന്ന് വിശ്രമിക്കാമെന്ന് ഓർത്ത് വന്നപ്പോഴത്തേനും പിന്നെ വന്നിട്ടുണ്ട് ഇത്രയും ജനങ്ങളിത് എന്നൊക്കെ പറഞ്ഞ ഒരു നമുക്ക് മനുഷ്യരായി നമുക്ക് അങ്ങനെയൊക്കെ തോന്നാൻ വഴിയുണ്ട്. പക്ഷേ യേശുവിൻ്റെ മനസ്സ് അതല്ലായിരുന്നു. നമ്മൾ യേശുവിനെ പോലെ ആകണം എന്നാണ് ഞാൻ നമ്മുടെ വിചിന്തനത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് അതുപോലെ ദീർഘക്ഷമ വേണം. അതില്ല മനുഷ്യന്. നമുക്കെല്ലാം മുൻകോപവും എടുത്തിയാട്ടവും കോപസ്വഭാവങ്ങളല്ലേ ഉള്ളൂ. അതിനെയൊക്കെ എടുത്ത് കളയണം. അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയൊരു ജനക്കൂട്ടത്തെ കണ്ടു. അവരോട് അവന് അനുകമ്പ തോന്നി. കാരണം അവർ ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെ ആയിരുന്നു. അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി. നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇതൊരു വിജന പ്രദേശമാണല്ലോ, സമയവും വൈകിയിരിക്കുന്നു. ചുറ്റുമുള്ള നാട്ടിൻപുറങ്ങളിലും ഗ്രാമങ്ങളിലും ചെന്ന് എന്തെങ്കിലും വാങ്ങി ഭക്ഷിക്കാൻ അവരെ പറഞ്ഞയക്കുക. അപ്പോൾ അവൻ പ്രതിവദിച്ചു, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവിൻ. അവർ പറഞ്ഞു, ഞങ്ങൾ ചെന്ന് 200 ദിനാറായിക്ക് അപ്പം വാങ്ങിക്കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കട്ടെയോ? അവൻ ചോദിച്ചു, നിങ്ങളുടെ കൈവശം എത്ര അപ്പമുണ്ട്? ചെന്ന് നോക്കുവിൻ. അവർ ചെന്ന് നോക്കിയിട്ട് പറഞ്ഞു, 5 അപ്പവും 2 മീനും. പുൽത്തകടിയിൽ കൂട്ടം കൂട്ടമായിരിക്കാൻ അവൻ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. 100ഉം 50ഉം വീതമുള്ള കൂട്ടങ്ങളായി അവർ ഇരുന്നു. അവൻ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി കൃതജ്ഞതാസ്തോത്രം ചെയ്ത് അപ്പം മുറിച്ചതിന് ശേഷം ജനങ്ങൾക്ക് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ആ 2 മീനും അവൻ എല്ലാവർക്കുമായി വിഭജിച്ചു. അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന അപ്പക്കഷ്ണങ്ങളും മീനും 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. അപ്പം ഭക്ഷിച്ചവർ 5000 പുരുഷന്മാരായിരുന്നു. ചിന്തിച്ചു നോക്കിയേ. അപ്പോൾ അത്രയും ക്ഷീണിച്ച് തളർന്ന് വിശ്രമിക്കാൻ വന്ന യേശു ചെയ്ത അത്ഭുതം കണ്ടോ? നേരം 5 അപ്പം 2 മീനും വർദ്ധിപ്പിച്ച് ആ 5000-ങ്ങൾക്ക് 5000 5000 പുരുഷന്മാർ മാത്രമായി ഉണ്ടായിരുന്നത്. അപ്പം സ്ത്രീകൾ എത്ര കാണുമെന്ന് ആലോചിച്ച് നോക്കിയേ. അതിൻ്റെ ഇരട്ടി ആയിരിക്കില്ല, അത് കൂടുതൽ കാണും സ്ത്രീകൾ. ഒരു 10000 സ്ത്രീകളും 5000 പുരുഷന്മാരും 15, പിന്നെ പിള്ളേരെല്ലാം കൂടെ ചേർത്ത് 10,000 മനുഷ്യരവിടെ ഉണ്ടായിരുന്നു കുറഞ്ഞത്. അവർക്കെല്ലാം അവരെല്ലാം തൃപ്തരായി, ഭക്ഷിച്ച് തൃപ്തരായിരുന്നേ. അതാണ് കർത്താവിൻ്റെ കരുണ എന്ന് പറയുന്നത്. അനുകമ്പ, സ്നേഹം. നായിൻ്റെ വിധവയോട് കാണിച്ച കരുണ, രക്തസ്രാവക്കാരിയോട് കാണിച്ച കരുണ. ഇത് നമ്മൾ ധ്യാനിക്കണം, വളരെയധികം നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഉൽപ്പത്തി 1:26 ഉള്ള ഒരു പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നത്. അതായത് മനുഷ്യനെ സൃഷ്ടിച്ച ആ സംഭവം. 6-ാമത്തെ ദിവസമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്, അല്ലേ? 7-ാമത്തെ ദിവസം അവിടുന്ന് റെസ്റ്റ് എടുത്തു. അതാണല്ലോ ശാബത്ത് ദിവസം എന്ന് പറയുന്നത്. ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. നമുക്ക് മറ്റു മൃഗങ്ങളെയൊക്കെ അങ്ങനെ സൃഷ്ടിച്ച് വിടുകയാണ് ചെയ്തത്. പക്ഷെ ദൈവം ഇവിടെ എന്നാ പറഞ്ഞത്? നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുക. എന്താ നമുക്കെന്ന് പറയുന്നത് എന്തുകൊണ്ട്? ദൈവം ഒന്നല്ലേ ഉള്ളൂ.
നമുക്കെന്ന് അവിടെ പറയുന്ന ഒരു 3 ആളുകളാണ്, പരിശുദ്ധ ത്രിത്വമാണ്. അതുകൊണ്ടാണ് അവിടെ നമുക്കെന്ന് പറയുന്നത്. മനസ്സിലാക്കണം കേട്ടോ. നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അതുകൊണ്ട് യേശു മനുഷ്യനായിട്ട് വന്നില്ലേ. ഇപ്പോൾ ക്രിസ്മസ് വരാൻ പോവുകയാണ്, നമ്മളതിനെപ്പറ്റി ധ്യാനിക്കുകയാണിപ്പോൾ. അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവുകളുടെയും നാൽക്കാലികളുടെയും ഭൂമി മുഴുവൻ്റെയും ഭൂമിയിൽ ഇഴയുന്ന സർവ്വജീവികളുടെ മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. നമുക്ക് കംപ്ലീറ്റ് ആധിപത്യം കൊടുക്കുകയാണ്. മനുഷ്യന് മാത്രമേ അതുള്ളൂ, ഒരു മൃഗങ്ങൾക്കുമല്ല. വലിയൊരു ആന നമ്മൾ നോക്കിക്കേ, ആ ആനയ്ക്ക് അറിയാവോ ആനയുടെ വലിപ്പവും അവൻ്റെ ആ കഴിവല്ല എന്താണെന്നുള്ളത്? അറിയത്തില്ല. നമ്മളൊന്നും പുറകോട്ട് നോക്കാൻ പറ്റത്തില്ല. അവൻ്റെ വലിയ ചെവി, അവൻ്റെ കണ്ണുകൊണ്ടൊന്നും തിരിഞ്ഞ് നോക്കാൻ പറ്റിയല്ല അവനെ കൊണ്ട്, അവൻ്റെ ബോഡിയൊക്കെ എന്നുള്ളത് അറിയത്തില്ല. അതുകൊണ്ടാണ് ചെറിയ അവൻ്റെ ഒരു കാലിൻ്റെ പോലും വലിപ്പമില്ലാത്ത ആനക്കാരൻ അല്ലേ ആനയും കൊണ്ട് നടക്കുന്നത്. അയാൾ പറയുന്നത് കേൾക്കുക, അനുസരിക്കുകയൊക്കെ ചെയ്യുന്നു. നോക്കി, അതുകൊണ്ടാണ് സർവ്വജീവികളുടെ മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു: സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ, കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവുകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെ മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. ദൈവം അരുളി ചെയ്തു: ഭൂമുഖത്തുള്ള ധാന്യം വിളയുന്ന എല്ലാ ചെടികളും വിത്ത് ഉൾക്കൊള്ളുന്ന പഴങ്ങൾ കായ്ക്കുന്ന എല്ലാ വൃക്ഷങ്ങളും ഞാൻ നിങ്ങൾക്ക് ഭക്ഷണത്തിനായി തരുന്നു. ഭൂമിയിലെ മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവുകൾക്കും ഇഴജന്തുക്കൾക്കും ജീവശ്വാസമുള്ള സകലത്തിനും ആഹാരമായി ഹരിത സസ്യങ്ങൾ ഞാൻ നൽകിയിരിക്കുന്നു. അങ്ങനെ സംഭവിച്ചു. താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി, പ്രഭാതമായി, 6-ാം ദിവസം. നമുക്ക് അതാണ് 6-ാം ദിവസം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അവന് എല്ലാത്തിൻ്റെ മേൽ ആധിപത്യം കൊടുത്തു. ഏറ്റവും വലിയ മൃഗത്തിൻ്റെ മേലും ആധിപത്യം കൊടുത്തു. അവൻ പറയുന്നതാണ് ആന ഉദാഹരണത്തിന് ആന കേൾക്കുന്നതല്ലേ. അത് നമ്മൾ വളരെ കാര്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. മനുഷ്യനെ ദൈവം അത്രമാത്രം സ്നേഹിച്ചു. സ്ത്രീയും പുരുഷനുമായിട്ടാണ് സൃഷ്ടിച്ചത്. അല്ലാതെ പുരുഷനുമായിട്ടല്ല സൃഷ്ടിച്ചത്. ഇന്നത്തെ കാലത്ത് കല്യാണം കഴിക്കുന്നത് പുരുഷനെയും സ്ത്രീയെയും ലെസ്ബിയനും ഹോമോസെക്ച്വാലിറ്റിയൊക്കെ ആയിട്ട് നടക്കുന്ന ഇന്നത്തെ മനുഷ്യരെ കാണുമ്പോൾ ദൈവം എന്തുമാത്രം ദുഃഖിക്കുന്നുണ്ടെന്ന് ചിന്തിച്ച് നോക്കണേ. എന്തായിരുന്നു ദൈവത്തിൻ്റെ ഉദ്ദേശം, ദൈവത്തിൻ്റെ പദ്ധതി എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ പദ്ധതിക്കെതിരായിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള LGBTQ ഒക്കെ കാണുമ്പോൾ ഓർക്കേണ്ടത്. അതൊക്കെ പിശാചിൻ്റെ പദ്ധതികളാണ്, അത് ദൈവത്തിൻ്റെ പദ്ധതിയല്ലത്. അത് കാണുമ്പോഴാണ് ദൈവം എത്രയും ദുഃഖിക്കുന്നത്. അത്രയും അനന്ത കാരുണ്യമുള്ള, ഞാൻ നായിനിലെ വിധവയുടെ കാര്യം പറഞ്ഞില്ലേ, അത്രയും സ്നേഹമുള്ള ആ ദൈവത്തെയാണ് മനുഷ്യൻ ഇതുപോലെ വേദനിപ്പിക്കുന്നത്. അതൊന്നും ഒരിക്കലും അനുവദിച്ചിട്ടുള്ള കാര്യങ്ങളല്ല, ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ. സൊദോം ഗൊമോറ എടുത്ത് നോക്കിക്കേ. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് അല്ലേ. എന്തുമാത്രം ആ ജനങ്ങൾ അന്ന് ലോത്തിൻ്റെ സ്ഥലമാണല്ലോ, അവിടെ വെച്ചാണല്ലോ മാലാഖ വരികയൊക്കെ ചെയ്തത് അല്ലേ, സൊദോമിൻ്റെ പാപം. അപ്പം 10 നീതിമാന്മാരെങ്കിലും ഉണ്ടെങ്കിൽ രക്ഷപ്പെടുത്താം, സൊദോമിനെ ഞാൻ നശിപ്പിക്കുകയല്ലെന്ന് ദൈവം പറഞ്ഞായിരുന്നു. പക്ഷേ 10 നീതിമാന്മാർ പോലും അവിടെ ഇല്ലായിരുന്നു. അബ്രാഹാം പരമാവധി പരിശ്രമിച്ച് നോക്കി കേട്ടോ. അപ്പോൾ പക്ഷേ അവിടെ സൊദോമിൻ്റെ പാപം എന്ന് പറഞ്ഞ് 19-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. എന്താ പാപം? സൊദോം ഗൊമോറ എന്തുകൊണ്ടാണ് നശിപ്പിച്ചത്? സൊദോമും ഗൊമോറ എന്ന് പറഞ്ഞ 2 സിറ്റികളാണത്. ഇന്നിപ്പം ചാവുകടലെന്ന് പറഞ്ഞ് അവിടെ പോയി കാണാം. ഇസ്രായേലിൽ പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അത് കേട്ടോ. അപ്പം അങ്ങനെ അവർ ഇതിൻ്റെ ഹോമോസെക്ച്വാലിറ്റി ആയിരുന്നു അവിടെ നടന്നത് മുഴുവനും. അതുകൊണ്ടാണ് സൊദോം ഗൊമോറയും ദൈവം അഗ്നിയും ഗന്ധവും വർഷിച്ച് നശിപ്പിച്ച് കളഞ്ഞത്. ഇന്ന് ലോകം മുഴുവനും നിയമവിധേയമാക്കിയിരിക്കില്ലേ അത്. മനുഷ്യന് ഇത്ര ബോധവും ബുദ്ധിയൊന്നും ഇല്ലേ? സ്ത്രീയും പുരുഷനുമായിട്ടാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്. ഒരു കുടുംബമായിട്ട്, കുഞ്ഞുമക്കളൊക്കെ ആയിട്ട്, മക്കളെയൊക്കെ ജനിപ്പിച്ച് ഒരു കുടുംബമായിട്ട്. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ആ പദ്ധതിക്കെതിരായിട്ടാണ് ജനങ്ങൾ
ചെയ്യുന്നത് ഇപ്പോഴത്തെ. അതുകൊണ്ടാണ് ഈ ലോകത്ത് ഇത്രയധികം തിന്മകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ, നശിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എപ്പോഴാണ് ഇത് പിന്നെ വലിയ വലിയ ഈ പറഞ്ഞ പോലെയുള്ള യുദ്ധവും അതുപോലെ തന്നെ വലിയ ആകാശത്ത് നിന്ന് അഗ്നി ഇനി എപ്പോഴാണ് ഇറങ്ങാൻ പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അത്രമാത്രം ദൈവം ദുഃഖിച്ചിരിക്കുക കേട്ടോ. ഞാൻ പറയാം, അത്രമാത്രം ദൈവത്തിന് ദുഃഖമാണ്. നമ്മൾ അഗ്നൈസിങ് ജീസസ് ക്രൈസ്റ്റിൻ്റെ ആ കുരിശിലേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും അവിടുത്തെ ആ സ്നേഹത്തിൻ്റെ ആ സ്നേഹം, അനുകമ്പ, കരുണയാണ് അവിടെ കാണുന്നത് കേട്ടോ. നമ്മളത് മനസ്സിലാക്കണം. നമ്മൾ കുമ്പസാരിക്കാനൊക്കെ പോകുമ്പോൾ അത് ചിന്തിക്കണം. ദൈവം നമ്മളോട് കാണിക്കുന്ന ആ വലിയ കരുണ എത്ര വലുതാണെന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ചിന്തിക്കണം. ഇത്ര കരുണയാണ്. ഇപ്പോൾ ഈ നമ്മൾ സുവിശേഷം കേട്ടോ, മത്തായി, മർക്കോസ്, ലൂക്കാ, യോഹന്നാൻ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും കർത്താവിൻ്റെ എത്ര സംഭവങ്ങളാണ് ഉണ്ടത്. ദൈവത്തിൻ്റെ കരുണ. അന്ധന് കാഴ്ച കൊടുക്കുന്നു, ഭർത്തിയുമായി കരഞ്ഞു, ദാവീദിൻ്റെ പുത്രാ എന്നിൽ കനിയണമേ എന്ന് പറഞ്ഞപ്പോൾ കർത്താവിന് കരുണ തോന്നി, അലിവ് തോന്നി അല്ലേ. മർക്കോസ് 10 അതിലാണത് പറഞ്ഞിരിക്കുന്നത്. മർക്കോസിൻ്റെ പുസ്തകം പിന്നെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ അതിനെപ്പറ്റി പറയുന്നുണ്ട്. ദാവീദിൻ്റെ പുത്രാ എന്നിൽ കനിയണമേ എന്ന് പറഞ്ഞ് കരയുമ്പോൾ കർത്താവിന് കരുണ തോന്നി. കർത്താവോട് നിന്നെന്നാണ് സുവിശേഷം പറയുന്നത് കേട്ടോ. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒന്ന് നോക്കിയോട്ടെ കേട്ടോ പ്ലീസ്. അത് 10-ാം അധ്യായം തന്നെയാണ്. ബർത്തിമേയുസിന് കാഴ്ച നൽകുന്നു. അത് 46-ാമത്തെ തിരുവചനം മുതൽ ഉണ്ട് അവിടെ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ ബർത്തിമേയുസ് അവിടെ നിന്ന് നിലവിളിച്ചപ്പം കർത്താവ് അവിടെയുള്ള എല്ലാവരും അവനോട് പറഞ്ഞ് നിശബ്ദനായിരിക്കുക. അവനെ ശകാരിച്ച് പലരും. എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് ദാവീദിൻ്റെ പുത്രാ എന്നിൽ കനിയണമേ എന്ന് കരഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞു കേട്ടോ. യേശു പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു അവനെ വിളിക്കുക. അവർ അന്ധനെ വിളിച്ച് അവനോട് പറഞ്ഞു ധൈര്യമായിരിക്കുക, എഴുന്നേൽക്കുക, യേശു നിന്നെ വിളിക്കുന്നു. അവൻ പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിൻ്റെ അടുത്തെത്തി. യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അന്ധൻ അവനോട് പറഞ്ഞു, ഗുരോ എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. യേശു പറഞ്ഞു, നീ പൊയ്ക്കൊള്ളുക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. കണ്ടോ, തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവൻ യേശുവിനെ അനുഗമിച്ചു. അതാണ് കരുണയുള്ള യേശു, ദൈവം. അല്ലാതെ ദൈവത്തിനെ ശിക്ഷിക്കാൻ മാത്രമല്ല അറിയാവുന്നത്, ദൈവം ശിക്ഷിക്കുന്നതല്ലത് വാസ്തവത്തിൽ. ശിക്ഷ നമ്മൾ ഇരന്ന് മേടിക്കുന്നതാണ് വാസ്തവം. കാരണം ദൈവം നീതിമാനാണ്. ദൈവത്തിൻ്റെ നീതിയാണ് നമ്മളെ ശിക്ഷിക്കുന്നത്, ദൈവമല്ല ശിക്ഷിക്കുന്നത്, ദൈവത്തിൻ്റെ നീതി. അതുകൊണ്ടാണല്ലോ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിലൊക്കെ പോകുന്നത്. ആ നീതിയാണ് അവിടെ. നരകാഗ്നിയിലേക്ക് ഞാൻ ഇന്ന് ഒരു വീഡിയോ കാണുകയായിരുന്നു കേട്ടോ. ഒരു ആഷിഖ് ജോയി എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു വീഡിയോ ഉണ്ട്. അതിനകത്ത് ഞാനത് കണ്ടത് 36,000 പേരോ മറ്റോ മരിച്ചു വരികയാണ് ദൈവസന്നിധിയിലേക്ക്. അതിൽ 5 പേര് മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം നരകാഗ്നിയിലേക്ക് പോകുന്നതാണ് അയാൾ പറയുന്നതല്ല, ഒരു വിശുദ്ധൻ വെളിപ്പെടുത്തിയ കാര്യമാണ്. ദൈവസന്നിധിയിലുണ്ടായിരുന്നൊരു വിശുദ്ധൻ ഇത് കണ്ടു. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ വേറൊരു കാര്യം പിന്നെ ഒരു കമൻറ്റിൽ കേട്ടു, സ്വർഗവും നരകവും ശുദ്ധീകരണ സ്ഥലമൊക്കെ ഉണ്ടോ, ഇതൊക്കെ അങ്ങനെ ഉള്ളതാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരാൾ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർക്കറിഞ്ഞ് പിന്നെ ജോസ് മണിയങ്കാട്ടച്ഛൻ്റെ ആ ഒരു ഒറ്റ സാക്ഷ്യം എടുത്ത് വായിച്ചാൽ മതിയല്ലോ. മരിച്ച ഇന്നും ഫ്ലോറിഡയിൽ USA ജീവിച്ചിരിക്കുന്ന ഒരു നല്ലൊരു വൈദികനാണ്, കൊഴുവനാലുകാരനാണ്, കൊഴുവനാലുകാരനാണ്. ഇന്നും ജീവിച്ചിരിക്കുക, വലിയ അപകടത്തിൽപ്പെട്ട ആളാണ്, മരിച്ച് ജീവിച്ചിരിക്കുന്നു. അദ്ദേഹം കണ്ടതാണ് ഈ സ്വർഗവും നരകവും ശുദ്ധീകരണ സ്ഥലമൊക്കെ. അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട് പ്രൊഫസർ M.A. എബ്രാഹിം എന്ന് പറഞ്ഞ സാറ്. ഷാലോൺ TV ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. അതിനകത്ത് അച്ഛൻ എല്ലാ കാര്യങ്ങളും പറയും. നിങ്ങൾക്ക് അങ്ങനെ സംശയമുണ്ടെങ്കിൽ ഫാദർ ജോസ് മണിയങ്ങാട്ട് ടെസ്റ്റ് മണി എന്ന് യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്യുക, കിട്ടും. അത് ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിലുണ്ട്. അങ്ങനെ സംശയമുള്ളവർ അത് നോക്ക്. ആ കണ്ടയാളത്തെ ജീവിച്ചിരിക്കുകയാണെന്ന് ഓർക്കണം. മരിച്ചയാൾ, വലിയ അപകടത്തിൽ മരിച്ചയാൾ.
അപ്പം അതൊക്കെ നമുക്കൊരു അതിനു വേണ്ടിയായിരിക്കും തമ്പുരാൻ അങ്ങനെയൊക്കെ ചെയ്തത്. മനസ്സിലായില്ലേ? അദ്ദേഹം ഭൂമിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ വിട്ടു, തിരികെ വന്ന് ഡെഡ് ബോഡിയിൽ വന്ന് കയറി അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കുക. അപ്പം അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം നമ്മൾ കേൾക്കണം, ആ ഇൻ്റർവ്യൂ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതെല്ലാം ഉള്ളതാണ് കേട്ടോ. അവസാനത്തെ തൊട്ട് കൊടുക്കത്ത് തീർക്കുന്നിടം വരെ പിന്നെ അയാളെ ജയിലിൽ അടച്ചിരിക്കുകയാണല്ലോ. ഒന്ന് ഓർക്കുന്നുണ്ടല്ലോ ഒരു കടം മേടിച്ച ഒരാളുടെ ചരിത്രം. ഒരു വലിയ പിന്നെ മുതലാളിയുടെ അടുത്തുനിന്ന് പണം വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് ഒരാൾ, കടം മേടിച്ചുകൊണ്ട് പോയി. അവസാനം അത് കൊടുക്കാനില്ലാതെ വന്നപ്പോഴത്തേനും അയാൾ വന്ന് മുതലാളിയെ കണ്ട് പറയുകയാണ്, എനിക്ക് തന്നു വീട്ടാനില്ലെന്ന്. പിന്നെ അയാളത് ഇളച്ചു കൊടുത്ത് വിട്ടു. അയാൾ പുറത്തിറങ്ങി നോക്കിയപ്പോൾ അയാൾക്ക് കൊടുക്കാൻ വളരെ കുറച്ച് മാത്രം കൊടുക്കാനുണ്ടായിരുന്ന 100 ദിനാറേ ഉള്ളൂ കൊടുക്കാനുണ്ടായിരുന്ന ഒരാൾ വരുന്നു. അവൻ്റെ കഴുത്തിന് പിടിച്ച് എനിക്ക് വെക്കടാ പൈസ എന്ന് പറഞ്ഞ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പിന്നെ ഈ ആൾക്കാർ അവൻ്റെ കൂടെയുള്ളവർ കണ്ടു. അവർ പോയി ആ യജമാനോട് പറഞ്ഞു ഇങ്ങനെ സംഭവം നടന്നു. ഉടനെ എന്ത് ചെയ്തു? യജമാനൻ അവനെ വിളിപ്പിച്ച് അവനെ കാരാഗ്രഹത്തിലടിച്ചു. അത് കൊടുത്ത് തീർക്കുവോളും, അവൻ്റെ കടം കൊടുത്ത് തീർക്കുവോളും അവിടെ കിടക്കാൻ പറഞ്ഞു. അത് ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ ഒരു ഇതാണ് കേട്ടോ. അതിനെപ്പറ്റിയുള്ള ഒരു കാര്യമാണ് അത്. വാസ്തവത്തിൽ കൊടുത്ത് തീർക്കുവോളം അവിടെ കിടക്കണം എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണ സ്ഥലത്ത് കിടന്ന് ആ വേദനകൾ അനുഭവിക്കണം, അതിനെ സ്വർഗ്ഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഇന്നത്തെ കാലത്തെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിശ്വാസികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുത്. ഒന്ന്, വിശ്വാസം ത്യാഗം ചെയ്യരുത്. കർത്താവിനോട് ചേർന്നിരിക്കുക. എന്തുമാത്രം പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റുമോ അത്രയും പ്രാർത്ഥിക്കുക. ജപമാലകളും കരുണക്കൊന്തയൊക്കെ ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബൈബിൾ വായിക്കണം, ധ്യാനിക്കണം. അങ്ങനെയൊക്കെ ചെയ്ത് സാത്താനെതിരായിട്ട് നമ്മൾ പോയെങ്കിൽ മാത്രമേ നമുക്ക് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ. കാരണം അലറിക്കൊണ്ട് നടക്കുന്നൊരു സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് നോക്കിക്കൊണ്ട് നടക്കുകയാണ് സാത്താൻ എന്നാണ് പത്രോസ്ലീഹ പറയുന്നത്. പത്രോസ്ലീഹയുടെ ലേഖനത്തിലുണ്ടത്. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക, കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കുക. കർത്താവിൻ്റെ ആ കരുണ അനന്തമാണ്. അതുകൊണ്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഞാൻ പറഞ്ഞ ഈ നമ്മൾ വിചിന്തനം ചെയ്ത ഈ തിരുവചനങ്ങൾ എല്ലാവരും ധ്യാനിക്കണം. 22 മിനിറ്റായി എങ്കിലും അത് നമുക്ക് അത് ഇച്ചിരി സമയമെടുത്ത് ഇത് കേട്ടാലും അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും കിട്ടുകയുള്ളൂ. പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാവരിലും അനുഗ്രഹിക്കട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.